So once again, welcome back. So interface എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ അബ്സ്ട്രാക്ട് ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. പ്ലസ് പാക്കേജസ് ആണ്. പാക്കേജസും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത് മാക്സിമം നമുക്ക് നോക്കണം. സോ എനിവേ നമുക്ക് ടൈം കളയണ്ട. വി ആർ മൂവിങ് ഓൺ ടു ഇന്റർഫേസസ്. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഇന്റർഫേസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള അബ്സ്ട്രാക്ഷൻ പറഞ്ഞു. ഒന്ന് കംപ്ലീറ്റ്, ഒന്ന് പാർഷ്യൽ. സോ ഈ പറഞ്ഞ കംപ്ലീറ്റ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓക്കെ, അതായത് ക്ലാസ് എന്ത് ചെയ്യണം, എന്താണ് ക്ലാസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്ന ഒരു കൺസ്ട്രക്റ്റ് ആണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്റർഫേസിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ഇനി ഇന്റർഫേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. സോ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, സപ്പോസ് നമ്മളൊരു പേയ്മെന്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണ്. പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് വിത്ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെന്റ് ATM നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. സോ അതില് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് നമുക്ക് ചെയ്യാം, UPI പേയ്മെന്റ് നമുക്ക് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ചെയ്യാം, പേപാൽ ചെയ്യാം. സോ ഏതൊക്കെ പേയ്മെന്റ് മെത്തേഡ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാ പേയ്മെന്റിനകത്തും പേ എന്ന് പറയുന്ന അല്ലെങ്കിൽ പൈസ പേ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരിക്കണം. റീഫണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വേണം. അതുപോലെ ഈ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വേണം. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന UPI പേ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യുന്നത്. എല്ലാവരും പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ ഒന്നാണ്, പക്ഷെ അവരെങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് വ്യത്യാസമാണ്. അപ്പൊ എല്ലാ പേയ്മെന്റ് സിസ്റ്റത്തിലും പേ, റീഫണ്ട്, വാലിഡേറ്റ് ഉണ്ട്, പക്ഷെ ഇംപ്ലിമെന്റേഷൻ ഡിഫറെന്റ് ആയി. എന്ന് പറഞ്ഞാൽ UPI ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പേപാലിന്റെ പേയ്മെന്റ്, നെറ്റ് ബാങ്കിങ്ങിന്റെ പേയ്മെന്റ് പോലെ ആയിരിക്കില്ല ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ്. പക്ഷെ എല്ലാവരും ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനിയും ഇവരുടെ എല്ലാം ഇംപ്ലിമെന്റേഷൻ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ ഒരു പ്രശ്നമാകുന്നത് നമുക്ക് നോക്കാം. ഇന്റർഫേസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് കാർഡിന് ഒരു പേയ്മെന്റ് എഴുതണം, UPIക്കും ഒരു പേയ്മെന്റ് എഴുതണം. സോ ദിസ് ഇസ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ ക്രെഡിറ്റ് കാർഡിനും ഒരു പേയ്മെന്റ് നമ്മൾ എഴുതും, UPIക്കും ഒരു പേയ്മെന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് എഴുതും. എന്താ ഇതിന്റെ പ്രശ്നം? എന്താ? ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഇല്ല. അതായത് സിസ്റ്റത്തിന്, എല്ലാ പേയ്മെന്റ് സിസ്റ്റത്തിനും ഒരു റിക്വയർഡ് മെത്തേഡ്സ് ഉണ്ട് എന്ന് സിസ്റ്റത്തിന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ക്രെഡിറ്റ് കാർഡിന് ഇത്രയും മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ UPIക്ക് ഇത്രയും മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ അത് സിസ്റ്റത്തിന് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഈ ഓരോന്നിന്റെയും ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് അതാത് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതാത് ക്ലാസ് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. സോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ കോമൺ സ്റ്റാൻഡേർഡ് ഇല്ല. ഇപ്പം പേ എന്ന് പറഞ്ഞാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ക്ലാസ് UPIയിലും പേ എന്നാണ്. അപ്പം സിസ്റ്റത്തിന് ഒരിക്കലും എല്ലാ പേയ്മെന്റ് സിസ്റ്റത്തിനകത്തും റിക്വയർഡ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദിസ് ക്രിയേറ്റ്സ് ടൈറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ടൈറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് ഈ ടൈറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ലൂസ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അധികം ഡിപ്പെൻഡൻസി ഇല്ല. സോ ടൈറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരുവാണ്. എന്ന് പറഞ്ഞാൽ അവരവരുടേതായ ഫംഗ്ഷൻ ഇന്റേണലി ഓപ്പറേറ്റ് ചെയ്തോണം. അതായത് ഇപ്പം ക്രെഡിറ്റ് കാർഡിന്റെ ഇംപ്ലിമെന്റേഷൻ ചെയ്തോണം, UPIയുടെ ഇംപ്ലിമെന്റേഷൻ ചെയ്തോളാം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻസി ഇല്ല. സോ അങ്ങനെയാണ് നമ്മൾ ഇന്റർഫേസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരുന്നത്. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അതായത് ഈ ടൈറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ് എഴുതുമ്പോൾ, ഇപ്പം ഞാൻ പേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രെഡിറ്റ് കാർഡിൽ എഴുതുന്ന ഡെഫിനിഷൻ ആയിരിക്കില്ല UPIയിലുള്ളത്. സോ അങ്ങനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് വരുന്നത്. സോ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്റർഫേസിനകത്ത്
ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. എന്താണ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ജസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഡിക്ലറേഷൻസ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ഇന്റർഫേസിനകത്ത് വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റൻസ് ആഡ് ചെയ്യാം. സോ കോൺസ്റ്റൻസ് ആഡ് ചെയ്യുന്നതിനകത്തും പ്രശ്നമില്ല. അടുത്താണ് മെത്തേഡ് ഡിക്ലറേഷൻ. അതായത് ജസ്റ്റ് ഡിക്ലറേഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതെന്താണ്? നോ കംപ്ലീറ്റ് ഇംപ്ലിമെന്റേഷൻ. ട്രഡീഷണലി എന്ന് ഉദ്ദേശിച്ചത് ജാവ 8 പുറകോട്ടുള്ള ജാവ ഒരു ഊപ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രഡീഷണൽ പറഞ്ഞാൽ പഴയ വേർഷൻസിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ പഴയ വേർഷൻസിൽ കംപ്ലീറ്റ് ഇംപ്ലിമെന്റേഷൻ ഒന്നും തന്നെ ഇന്റർഫേസിലില്ല. പക്ഷെ ഇന്ന് അത് മുമ്പോട്ട് വരുന്ന അനുസരിച്ച് നമുക്ക് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇന്റർഫേസിനകത്ത് എഴുതാൻ പറ്റും, കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അനുസരിച്ച് അതിനകത്ത് കുറെ ക്ലാസ്സുകളുണ്ട്, നമുക്ക് വരുന്ന സെഷൻ സ്ലൈഡ്സിൽ നോക്കാം. അപ്പോൾ ഇന്റർഫേസിനകത്ത് ബേസിക്കലി അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ട്, കോൺസ്റ്റൻസ് വരാം, മെത്തേഡ് ഡിക്ലറേഷൻസ് വരാം. അപ്പോൾ ഏത് ക്ലാസ് ആണോ അതാത് ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് അവരുടെ ഡെഫിനിഷൻസ് കൊടുത്തോണം. സിമ്പിൾ. ഇപ്പൊ പേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ ഇന്റർഫേസിനകത്ത് പേ എന്ന് പറയുന്ന ഒരു കോമൺ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ പേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇന്റർഫേസിലാണ് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന രീതി ഒന്നാണ്. അല്ലെങ്കിൽ പൈസ നമ്മളുടെ എടുക്കുകയാണ്, അല്ലെങ്കിൽ പൈസ നമ്മൾ പേ ചെയ്യുവാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ ഇന്റർഫേസിനെ എക്സ്റ്റെൻഡ് എന്നുള്ള വേർഡ് അല്ല, ഞാനിപ്പോ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. എക്സ്റ്റെൻഡ് അല്ല, ഇംപ്ലിമെന്റ്സ് എന്നാണ്. ആരാണോ ഈ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്നത് അവരവരുടെ ഫംഗ്ഷനെ അല്ലെങ്കിൽ മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതാത് ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്ലാസ് വേണം ഇതിന്റെ ഡെഫിനിഷൻസ് കൊടുക്കാനായിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്റർഫേസ്. അപ്പം എ ക്ലാസ് ദാറ്റ് ഇംപ്ലിമെന്റ്സ് ദ ഇന്റർഫേസ് മസ്റ്റ് പ്രൊവൈഡ് ഡെഫിനിഷൻസ് ഫോർ ഓൾ ദ മെത്തേഡ്സ്. ഏത് ക്ലാസ് ആണോ ആ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ക്ലാസ് വേണം ആ ഇന്റർഫേസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്ലാസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ മെത്തേഡ് ആണ് പേ എന്ന് പറഞ്ഞത്. സോ ദിസ് ഇസ് ഇന്റർഫേസ് മെത്തേഡ്. ഇതിന്റെ ഇന്റർഫേസ് മെത്തേഡ് എന്നാ പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഇന്റർഫേസ് മെത്തേഡ് ഉണ്ടോ ആ ഇന്റർഫേസ് മെത്തേഡുകളുടെ എല്ലാം ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ആ ക്ലാസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്ന ആൾ അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, ഇന്റർഫേസ് എന്ന് പറയുന്നത് 100% അബ്സ്ട്രാക്ഷനെ ആണ്, അല്ലെങ്കിൽ 100% അബ്സ്ട്രാക്ഷൻ എന്നാണ് പഴയ വേർഷൻസിലൊക്കെ. പക്ഷെ പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന കേസുകളും ഉണ്ട്. സോ ലെറ്റ്സ് സീ. ഇനി എന്തിനാണ് നമുക്ക് ഇന്റർഫേസ്? ഒന്നാമത് ഞാൻ പറഞ്ഞു, ടൈറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെനാരിയോ ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. സോ അതിനെ മാറ്റാനാണ്. സോ ടൈറ്റ് കപ്ലിങ്ങിനെ മാറ്റാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യുന്നത്? ലൂസ് കപ്ലിംഗ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു, അത് ഒന്നാമത്തേതാണ്. ഓക്കെ, ഇനി എന്തിനാ ഇന്റർഫേസ്? നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മീൻസ് SDLC പോലെയുള്ള ഫ്രം ദ സ്റ്റാർട്ട് റിക്വയർമെന്റ് അനാലിസിസ് തൊട്ട് ഫൈനൽ ടെസ്റ്റിംഗും ഹാൻഡ് ഓവറിംഗും ഒക്കെ വരുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സൈക്കിൾ ഉണ്ട് നമുക്ക്. സോ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ പല പ്രോബ്ലംസിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തേതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിനും ഒരു സ്ട്രക്ചർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. സെയിം ഈ പേ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പേയ്മെന്റ് സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് അത്? പേ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. സോ എല്ലാ ക്ലാസ്സിലും ഒരു സെയിം സ്ട്രക്ചർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ പേയ്മെന്റ് സിസ്റ്റത്തിനും പേ ഉണ്ട്, റീഫണ്ട് ഉണ്ട്. അത് ക്രെഡിറ്റ് കാർഡ് ആയാലും UPI ആയാലും പേയ്മെന്റ് ഗേറ്റ്വേസ് ഏതായാലും നമുക്ക് എന്തുണ്ട്? ഒരു സ്ട്രക്ചർ ഉണ്ട്, പേയും റീഫണ്ടും. അപ്പോ അത് ഏതാണ് എന്നതിനനുസരിച്ച്, അത് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും UPI ആണെങ്കിലും പേപാൽ ആണെങ്കിലും അവരെല്ലാം ഒരൊറ്റ ഇന്റർഫേസിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഒരൊറ്റ ഇന്റർഫേസിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഏത് ഇന്റർഫേസിനെ? പേ എന്ന് പറയുന്ന ഇന്റർഫേസിനെ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇന്റർഫേസിനെ. അപ്പൊ ഒരു സ്ട്രക്ചർ ഉണ്ട് നമുക്ക്, പക്ഷെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് നീഡ് ഓഫ് ഇന്റർഫേസ്. നമ്മുടെ കോഡിനൊക്കെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. കോമൺ ആയിട്ടുള്ള മെത്തേഡ്സിനെ നമുക്ക് എഴുതാൻ പറ്റും, ഈവൻ ഇഫ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് വ്യത്യാസമാണെങ്കിലും. രണ്ടാമത്തെ നീഡാണ് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുക. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുള്ളത് മാത്രം കാണിക്കുക, അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഒന്നും നമുക്ക് യൂസറിന് കാണണം എന്നില്ല. ഓക്കെ, സോ
സോ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ മൊബൈൽ ചാർജർ യൂസ് ചെയ്യുന്നു. നമ്മൾ അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് അറിഞ്ഞിട്ടാണോ അതിനകത്ത് എങ്ങനെയാ കറണ്ട് വരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എത്ര ആംപിയർ ആണ്, എത്ര വോൾട്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് ഡിസൈൻ എങ്ങനെയാണ്. സോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചാർജർ സോക്കറ്റിൽ കുത്തുന്നു, ഈ ചാർജർ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്, നമ്മളുടെ ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്റർഫേസ് ആണ്. അതായത് യൂസറിന് ഫങ്ഷണാലിറ്റി മാത്രം കണ്ടാൽ മതി, ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ യൂസർ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് ഞാൻ ഈ മൊബൈൽ ചാർജറിന്റെ കേസ് പറഞ്ഞത്. നമുക്ക് ഇന്റേണൽ സർക്യൂട്ട്സ് ഒന്നും തന്നെ അറിയണ്ട, ചാർജർ ഒരു ഇന്റർഫേസ് ആയിട്ട് നമ്മളുടെ ഇടയിൽ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇന്റർഫേസ് നമുക്ക് തരും, ആവശ്യമില്ലാത്തത് ഇന്റർഫേസ് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. അതാണ് രണ്ടാമത്തെ ഇന്റർഫേസിന്റെ ആവശ്യം. മൂന്നാമത്തേതാണ് ഈ പറഞ്ഞ ലൂസ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് കപ്ലിംഗ് ഒഴിവാക്കുക. അപ്പൊ ഈ ഒരു കോഡ്, നമ്മൾ എഴുതുന്ന കോഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്റർഫേസിനെയാണ്, കോൺക്രീറ്റ് ക്ലാസസിനെ അല്ല. കോൺക്രീറ്റ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. കോൺക്രീറ്റ് ക്ലാസസ് മീൻസ് ക്ലാസ് വിത്ത് ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ നോർമൽ ക്ലാസ്. സോ നോർമൽ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഏത് ഇന്റർഫേസ് ഉള്ള ക്ലാസ്സുകൾ. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇന്റർഫേസ്. സോ ഇന്റർഫേസിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഒരു ലൂസ്ലി കപ്പിൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം പേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാൻ ക്രെഡിറ്റ് കാർഡിനകത്ത് എഴുതി എന്ന് വിചാരിക്കുക. അതിന്റെ ഡെഫിനിഷൻസ് ഞാൻ ഇവിടെ കൊടുത്തു. ഞാൻ ഈ ഒരു പേയ്ക്കകത്ത് എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡിന്റെ പേയ്ക്ക് മാത്രം എനിക്കൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കാർഡിനകത്ത് മാത്രം ഒരു ചേഞ്ച് ചെയ്താൽ മതി. അതൊരിക്കലും UPI എന്ന് പറയുന്ന ഈ ഇന്റർഫേസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് ഇവർ തമ്മിൽ ഇന്റർഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ ഇന്റർഡിപെൻഡന്റ് അല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ക്രെഡിറ്റ് കാർഡിൽ എനിക്ക് എന്തെങ്കിലും കാർഡിന്റെ നമ്പർ ഒന്ന് മാറ്റണം, റിസീവ് ചെയ്യുന്ന കാർഡിന്റെ നമ്പർ മാറ്റണമെങ്കിൽ എനിക്ക് ഇവിടെ മാത്രം മാറ്റി കൊടുത്താൽ മതി. അവിടുത്തെ മാറ്റം ഒരിക്കലും ഇവിടെ റിഫ്ലക്ട് ആവത്തില്ല. സോ ദാറ്റ് ഈസ് ലൂസ്ലി കപ്പിൾഡ്. അത് ലോ ഡിപ്പെൻഡൻസി ആണ്. ഒരു ക്ലാസ്സിലോ ഒരു മൊഡ്യൂളിലോ നമ്മൾ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മറ്റുള്ള ക്ലാസ്സിനെയോ മൊഡ്യൂൾസിനെയോ അത് അഫക്ട് ചെയ്യുന്നത് വളരെ മിനിമൽ ആയിട്ട് മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ലൂസ്ലി കപ്ലിംഗ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ടൈറ്റ് കപ്ലിംഗ്. ടൈറ്റ് ആയിട്ട് നമ്മളെ കപ്പിൾ ചെയ്ത് വെച്ചേക്കുകയാണ്, അത് ഹൈലി ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ലൂസ്ലി കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വേണം. കാരണം ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ എൻ്റയർ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഡ്രോബാക്സ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ വരും. സോ അതുകൊണ്ട് ഇറ്റ് ഹെൽപ്പ് us ടു ഗെയിൻ ലൂസ് കപ്ലിംഗ്. ഇനിയും നാലാമത്തേതാണ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട്. ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജില് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയും. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ആംബിഗിറ്റി പ്രോബ്ലംസ് എന്നാ പറയാ. ആംബിഗിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ, ഇപ്പം ഞാൻ ഷോ എന്ന് പറയാം, അല്ലെങ്കിൽ പേ തന്നെ എടുത്തോ, പേ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്താൽ ക്ലാസ് എയുടെ പേ ആണോ ക്ലാസ് ബിയുടെ പേ ആണോ എടുക്കേണ്ടത് എന്ന് കമ്പൈലറിന് സംശയമാണ്. ഓക്കെ, കമ്പൈലറിന് അറിയത്തില്ല ഏതെടുക്കണം എന്നുള്ളത്. സോ ഇതിനെയാണ് ആംബിഗിറ്റി പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ ജാവയില് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാര്യം ആംബിഗിറ്റി പ്രോബ്ലംസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ട്രക്ചർ വരച്ച് കാണിച്ചു തരാം. അപ്പോ ഈ ഒരു ഇന്റർഫേസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് അലോ ചെയ്യുന്നു? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. എന്ത് സപ്പോർട്ട് ചെയ്യുന്നു? ക്ലാസ് എ ഇംപ്ലിമെന്റ്സ് എക്സ് കോമ വൈ. ഞാൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു ഡയഗ്രാം കാണിക്കാം, അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് പറ്റും. അപ്പം സേഫ് ആയിട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഇന്റർഫേസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ പ്രധാനമായിട്ട് ഇന്റർഫേസിന്റെ ആവശ്യകത എന്ന് പറയുന്നത് 4 ആയിട്ടാണ്. ഒന്ന് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ സ്ട്രക്ചർ വരും നമ്മളുടെ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ലൂസ് കപ്ലിംഗ് നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. നാലാമത്തേതാണ് ദ വെരി ഇമ്പോർട്ടന്റ് തിങ്, അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്റർഫേസ് ആണ്.
ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്റർഫേസിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്, കാരണം ജാവയിൽ എങ്ങനെയാണ് നമ്മൾ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇന്റർഫേസ് ഇൻ ജാവ. ജാവയില് നമ്മൾ ഇന്റർഫേസ് കൊണ്ടുവരുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സോ സപ്പോസ് ഇങ്ങനൊരു എക്സാമ്പിൾ, ഇന്റർഫേസ് ആനിമൽ വോയിഡ് സൗണ്ട് ഓഫ് വോയിഡ് ഈറ്റ്. ഇത് രണ്ടും ഇന്റർഫേസ് എന്ന് പറയുന്ന ക്ലാസ്സിലെ, ഇതിനകത്ത് ജസ്റ്റ് എന്തേ ഉള്ളൂ, മെത്തേഡ്സിന്റെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ഇംപ്ലിമെന്റേഷൻ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ ഇത് ഒരു ഇന്റർഫേസ് ആണ്, അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ ആനിമൽ എന്ന് പറയുന്നതാണ് ഇന്റർഫേസ്, സൗണ്ടും ഈറ്റും അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആണ്. എന്തുകൊണ്ടാണ് അബ്സ്ട്രാക്ട് എന്ന് വിളിക്കാൻ കാര്യം, അതിന്റെ ഡെഫിനിഷൻസ് ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല, ജസ്റ്റ് മെത്തേഡിനെ ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇത് രണ്ടും അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? ആനിമൽ എന്ന് പറയുന്ന ഇന്റർഫേസ് ആണ്. ഇന്റർഫേസിനെ എപ്പോഴും നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ആനിമൽ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസിനെ എടുത്തിട്ടുണ്ട്, നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കിട്ടുക, അതിനെ കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഈസ് ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന വേർഡാണ്. അപ്പൊ നമ്മൾ ഇതിനെ ജാവയില് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഇന്റർഫേസ് ആനിമൽ. ഇതിനകത്ത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്. ഞാൻ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തു, ക്ലാസ് ഡോഗ് ഇംപ്ലിമെന്റ്സ് ആനിമൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇന്റർഫേസ് ആനിമൽ, അതായത് ആനിമൽ എന്ന് പറയുന്ന ഇന്റർഫേസിനെ നമ്മൾ യൂസ് ചെയ്തു. ഇതിനകത്ത് വേണം, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിരിക്കണം. സോ പബ്ലിക് വോയിഡ് സൗണ്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ബാർക്ക്. അപ്പൊ ഇവിടെ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർഫേസിനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഡോഗ് എന്ന് പറയുന്ന ക്ലാസ് ആരെ ഡിഫൈൻ ചെയ്തിരിക്കണം, സൗണ്ട് എന്ന് പറയുന്ന ഈ മെത്തേഡിനെ ഡിഫൈൻ ചെയ്തിരിക്കണം. അങ്ങനെ ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? അങ്ങനെ ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ ഇതിനകത്ത് എഴുതുന്നില്ല, ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയില്ലെങ്കിലോ, ഇറ്റ് വിൽ കോസ് കമ്പൈലേഷൻ എറർ. ഓക്കെ, അപ്പൊ ഇംപ്ലിമെന്റ്സ് കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡോഗ് മസ്റ്റ് ഡിഫൈൻ സൗണ്ട് എന്ന് പറയുന്ന ഇന്റർഫേസ് മെത്തേഡ്, അതർവൈസ് കമ്പൈലേഷൻ എറർ വിൽ ഒക്കെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജാവയിൽ ഇന്റർഫേസിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർഫേസിനെ പറ്റി നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 20 കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം. അത് അറിഞ്ഞാൽ തന്നെ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ കഴിഞ്ഞു, ഡൺ. ഇനി അതിനെപ്പറ്റി ഒന്നും തിരിഞ്ഞു നോക്കാനില്ല, ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇന്റർഫേസിന്റെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം? ഒന്നാമത്തേത്, ഇന്റർഫേസ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് അബ്സ്ട്രാക്ഷൻ അല്ലെ. എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്ന പഴയ വേർഷൻസിലാണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പഴയ ലാംഗ്വേജസ്. ഓക്കെ, ഇന്റർഫേസിനകത്ത് എന്തേ ഉണ്ടായിരുന്നുള്ളൂ, അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ നമ്മളുടെ ഇന്റർഫേസിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് എന്ത് ചെയ്യണം എന്ന് മാത്രമേ അവര് പറയത്തുള്ളൂ, എങ്ങനെ ചെയ്യണം എന്ന് പറയത്തില്ല. എന്ത് ചെയ്യണം എന്ന് പറയും, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. എന്നിപ്പോ പേ ചെയ്യണം എന്ന് പറഞ്ഞു, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയത്തില്ല, സിമ്പിൾ. ഇനി ഈ ഒരു എക്സാമ്പിൾ, ഇതൊരു ഇന്റർഫേസ് ആണ്, ഇതിനകത്ത് ഇംപ്ലിമെന്റേഷൻ ഒന്നും തന്നെ ഇല്ല. സോ ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ്സ് കംപ്ലീറ്റ് അബ്സ്ട്രാക്ഷൻ. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യമാണ്, അതാണ് ഇന്റർഫേസിന്റെ ആദ്യത്തെ ഓർമ്മയിലിരിക്കേണ്ട കാര്യം. ഇറ്റ് കണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് അബ്സ്ട്രാക്ഷൻ. ഇനി ഇന്റർഫേസിനകത്ത് എന്തുണ്ട്, അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്റർഫേസിനകത്തെ മെത്തേഡ്സ്
ഇംപ്ലിസിറ്റ്ലി എന്താണ്? അബ്സ്ട്രാക്ട് ആണ്. അതായത് നമ്മളിപ്പം ഇന്റർഫേസിനകത്ത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു ഇന്റർഫേസ് എഴുതുകയാണ്. ഇന്റർഫേസ് ആനിമൽ എന്ന് തന്നെ എടുത്തോ. ആനിമൽ ഞാൻ ഇവിടെ ഒരു മെത്തേഡ് എഴുതുകയാണ്, void show അല്ലെങ്കിൽ void ഓക്കെ. ഇങ്ങനെ ഞാനൊരു ഇന്റർഫേസ് എഴുതി. ഇതിനകത്തെ ഇതിനെ വിളിക്കുന്ന പേര് അബ്സ്ട്രാക്ട് മെത്തേഡ് എന്നാണ്. ഓക്കെ, അപ്പം മെത്തേഡ്സ് ഇൻസൈഡ് ഇന്റർഫേസ് ആർ അബ്സ്ട്രാക്ട്. അപ്പൊ ഞാൻ ഇവിടെ പക്ഷെ അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ്ലി അത് പബ്ലിക് അബ്സ്ട്രാക്ട് ആണ് എന്ന് ഓട്ടോമാറ്റിക്കലി കമ്പൈലറിന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേർഡ് കണ്ട് ഇവിടെ ഇന്റർഫേസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കമ്പൈലർ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? പബ്ലിക് അബ്സ്ട്രാക്ട് വോയിഡ് ഷോ. ഇങ്ങനെയായിരിക്കും അതിനെ കമ്പൈലർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇന്റർഫേസിനകത്തുള്ള എല്ലാ മെത്തേഡ്സും ബൈ ഡിഫോൾട്ട് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ്ലി അത് പബ്ലിക് അബ്സ്ട്രാക്ട് ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. സോ ഓക്കെ, ഇതിനകത്ത് ഇന്റർഫേസ് ടെസ്റ്റ് എന്നാണ് വോയിഡ് ഡിസ്പ്ലേ. കമ്പൈലർ ഇതിനെ ട്രീറ്റ് ആസ് അബ്സ്ട്രാക്ട് മെത്തേഡ്. അപ്പൊ ഇന്റർഫേസിനകത്ത് എന്തുണ്ട്? അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്റർഫേസ് വേരിയബിൾസ് ആർ കോൺസ്റ്റന്റ്സ്. അതായത് ഇന്റർഫേസിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വേരിയബിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇന്റ് എക്സ് അല്ലെങ്കിൽ ഇന്റ് വൈ എനിത്തിങ്, ആ വേരിയബിൾസ് എപ്പോഴും കോൺസ്റ്റന്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇന്റർഫേസിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുത്താൽ ദാറ്റ് ഇസ് ഓട്ടോമാറ്റിക്കലി പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ ആണ്. എക്സാമ്പിൾ ഈസ് ഇപ്പൊ ഇത് ഇന്റർഫേസ് ഡെമോ ഇന്റ് എക്സ് ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ഇന്റേർണലി അതിന്റെ അർത്ഥം പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 10. അതിന്റെ അർത്ഥം എന്താ? വാല്യൂ ചേഞ്ച് ആവില്ല, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യും. പക്ഷെ ഇതിനകത്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇന്റർഫേസ് വേരിയബിൾസ് എല്ലാം കോൺസ്റ്റന്റ്സ് ആയിരിക്കും, വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇന്റേർണലി ഇങ്ങനെയായിരിക്കും അസംഷൻ നടക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് അബ്സ്ട്രാക്ഷൻ, കംപ്ലീറ്റ് അബ്സ്ട്രാക്ഷൻ തരുന്നു നമുക്ക് ഇന്റർഫേസ്. രണ്ടാമത്തേത് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ട്, അത് പബ്ലിക് അബ്സ്ട്രാക്ട് ആയിട്ട് നമ്മൾ അങ്ങനെ എഴുതിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. വേരിയബിൾസ് എല്ലാം തന്നെ കോൺസ്റ്റന്റ്സ് ആയിരിക്കും. നാലാമത്തെ പോയിന്റ് ആണ് ഇന്റർഫേസിനെ നമുക്ക് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേഷൻ. അതായത് ഇന്റർഫേസിനകത്തുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് ഞാൻ ഇങ്ങനെ എഴുതാണ് ഇന്റർഫേസ് ആനിമൽ. ഇതൊരു ഇന്റർഫേസ് ആണല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? ഇന്റർഫേസ് ആനിമൽ. ഇതിനകത്ത് ഞാൻ ഫംഗ്ഷൻ എഴുതുകയാണ്, ഷോ. ക്ലോസ് ചെയ്തു. എനിക്ക് ഒരിക്കലും ആനിമൽ എന്ന് പറഞ്ഞ ഒരു ഇന്റർഫേസിന് അഗൻസ്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ആനിമൽ A is equal to new animal. ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇന്റർഫേസിന് നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്റർഫേസിന് നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? വൈ നമുക്ക് എന്തുകൊണ്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇന്റർഫേസിന് പറ്റുന്നില്ല? ആർക്കുമില്ല. ഇന്റർഫേസിന് നമുക്ക് എന്തുകൊണ്ട് ഒരു ഇന്റർഫേസിന് അഗൻസ്റ്റ് എന്തുകൊണ്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ആർക്കുമില്ല. ഓക്കെ, ഇന്റർഫേസിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം ഇപ്പൊ ഞാൻ ഈ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിന്റെ ഡെഫിനിഷൻ എവിടെ? ഇല്ല. ദാറ്റ് മീൻസ് ഇന്റർഫേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. അപ്പൊ നമുക്ക് ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ മെത്തേഡിന് ഇംപ്ലിമെന്റേഷൻ ഇല്ലാത്ത ഒരു പർട്ടിക്കുലർ ഒരു ക്ലാസിന് അഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്റർഫേസേ ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ദിസ് ഇസ് ഇന്റർഫേസ് ഇൻകംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് ഒബ്ജക്ട് ക്രിയേഷൻ നടക്കത്തില്ല.
ഒബ്ജക്ട് ക്രിയേഷൻ ഇസ് നോട്ട് പോസിബിൾ ഇൻ ഇന്റർഫേസ്. ഇന്റർഫേസിലാണ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ ഓക്കെ ഇനി അടുത്തത് എന്താണ്? ഇന്റർഫേസിന് കൺസ്ട്രക്ടേഴ്സ് പറ്റത്തില്ല. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇന്റർഫേസിന് കൺസ്ട്രക്ട്? സെയിം സിറ്റുവേഷൻ ആണ്. കൺസ്ട്രക്ടേഴ്സ് എപ്പോഴാണ് ഇൻവോക്ക് ആവുന്നത്? കൺസ്ട്രക്ടേഴ്സ് ഇൻവോക്ക് ആവുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്ടേഴ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൺസ്ട്രക്ടേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവണമെങ്കിൽ അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇന്റർഫേസിന് എങ്ങനെ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യും? പറ്റത്തില്ല. സോ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കൺസ്ട്രക്ടേഴ്സ് നമുക്ക് ഇന്റർഫേസിന് ഇല്ലാത്തതിന്റെ കാര്യം ഇറ്റ് ഇസ് ഒബ്ജക്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ടേഴ്സ് ആണ് ഒബ്ജക്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സോ ഒബ്ജക്ട്സ് ഇല്ലാത്ത ഒരു ഇന്റർഫേസിന് എങ്ങനെ കൺസ്ട്രക്ടർ വരും? ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടേഴ്സ് ആർ അൺനെസസറി. അപ്പൊ കുറെ കാര്യങ്ങൾ ഇല്ല ഇന്റർഫേസ്. കൺസ്ട്രക്ടർ ഇല്ല, ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വേരിയബിൾസ് എല്ലാം കോൺസ്റ്റന്റ്സ് ആയിരിക്കും, അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ട് അതിനകത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഇന്റർഫേസിനെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ക്ലാസ് ഇൻഹെറിറ്റ് ഇന്റർഫേസ് യൂസിങ് ഇംപ്ലിമെന്റ്സ്. ഇംപ്ലിമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിനെ എന്ത് ചെയ്യുന്നത്? നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നത്. സോ അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ ക്ലാസ് ഡോഗ് ആണെങ്കിൽ ആനിമൽ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് നമുക്കുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ നമുക്ക് ആനിമലിനെ കിട്ടും. നമ്മൾ ഓൾറെഡി നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. ഇനി എന്താണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് ക്ലാസ് മസ്റ്റ് ഇംപ്ലിമെന്റ് ഓൾ മെത്തേഡ്സ്. അതായത് നമ്മൾ ഒരു ഇന്റർഫേസിനെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പൊ ആനിമൽ എന്ന് പറയുന്ന ഇന്റർഫേസിനകത്ത് ഓക്കെ സൗണ്ട് അല്ലെങ്കിൽ എനിത്തിങ് അതിനകത്തുള്ള എല്ലാ ഇന്റർഫേസ് മെത്തേഡ്സിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇംപ്ലിമെന്റേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ അതാണ് ക്ലാസ് മസ്റ്റ് ഇംപ്ലിമെന്റ് ഓൾ മെത്തേഡ്സ്. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, അത് ഇന്റർഫേസ് ആണ്, ഇന്റർഫേസ് ഷേപ്പ്. ഇതിനകത്തൊരു മെത്തേഡ് ഉണ്ട്, ദിസ് ഇസ് ഇന്റർഫേസ് മെത്തേഡ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് മെത്തേഡ്. ഇനി ഇതിനകത്ത് സർക്കിൾ എന്ന് പറയുന്നത് ഷേപ്പിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ മാൻഡേറ്ററി ആയിട്ട് ഇവിടെ എഴുതിയിരിക്കണം. ഓക്കെ, എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ കമ്പൈലേഷൻ എറർ വരും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ക്ലാസ് ബിക്കംസ് അബ്സ്ട്രാക്ട്. ഈ ക്ലാസ് അബ്സ്ട്രാക്ട് ആയി പോകും. അപ്പോ ക്ലാസ്സിനകത്ത് മസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം ആ ഇന്റർഫേസിൽ എടുക്കുന്ന ക്ലാസ്സുകൾക്ക്. അതർവൈസ് ഇറ്റ് വിൽ കോസ് കമ്പൈലേഷൻ എറർ, അല്ലെങ്കിൽ ക്ലാസ് ബിക്കംസ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻസ് ഇല്ലാത്ത ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ ഇന്റർഫേസസ് എടുക്കാൻ പറ്റും. ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, ഒരു ഇന്റർഫേസ് ഉണ്ട്, ഇന്റർഫേസ് എ, ഇന്റർഫേസ് ബി. ഇന്റർഫേസ് എക്കകത്ത് ഒരു മെത്തേഡ് ഉണ്ട് ഷോ, ഇന്റർഫേസ് ബിക്കകത്ത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനെയും ബിയെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇങ്ങനെ എ ഇങ്ങനാണെങ്കിൽ ബി എൻ ഇത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഞാൻ പുതിയൊരു ക്ലാസ് ഞാൻ ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്യാൻ പോവാ? ഇതിനെ രണ്ടിനെയും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാ. രണ്ടിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നാണല്ലോ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. സോ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഇന്റർഫേസ് ഹെൽപ്പ് ചെയ്യും എന്നാ പറഞ്ഞത്. സോ ഇത് രണ്ട് ഇന്റർഫേസ് ആണ്. സോ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എടുക്കാം. അപ്പൊ ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് രണ്ടിനെ ഇംപ്ലിമെന്റ് ചെയ്തു, എ കോമ ബി. എന്ത് ചെയ്താൽ മതി? പബ്ലിക് വോയിഡ് ഷോ നമുക്ക് ഇവിടെ എഴുതാം, പബ്ലിക് വോയിഡ് ഡിസ്പ്ലേയുടെ ഇവിടെ നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ്? കാരണം എന്താണ്? ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്കേ ഉള്ളൂ.
ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡ് ബിക്കേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആംബിഗിറ്റി ഇല്ല. അപ്പം ജാവ ക്ലാസ്സുകളില് നമുക്ക് ഈ ലിമിറ്റേഷൻ, ഇതിലെ ആംബിഗിറ്റി എന്ന് പറയുന്ന പ്രശ്നം സോൾവ് ചെയ്യുന്നത് ഇന്റർഫേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. സോ ദിസ് സോൾവ് മൾട്ടിപ്പിൾ. അപ്പം ഇന്റർഫേസ് നമുക്ക് തരുന്ന ഒരു 8ാമത്തെ ഒരു സപ്പോർട്ടാണ് ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത്. അടുത്തതാണ് ലൂസ് കപ്ലിംഗ്. ലൂസ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ ഇന്റർഫേസ്. കോൺക്രീറ്റ് ക്ലാസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് നോർമൽ ഫംഗ്ഷൻസിനെ ഒന്നും തന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോർമൽ മെത്തേഡ്സിനെയോ നോർമൽ ക്ലാസസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്താ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതുകൊണ്ടോ, പേയ്മെന്റ് P is equal to new UPI. ഞാൻ UPI വഴിയാണ് പേയ്മെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ UPI മാറ്റിയിട്ട് എന്താക്കാം, ക്രെഡിറ്റ് കാർഡ് ആക്കാം. ലോജിക്ക് മാറ്റണോ? വേണ്ട. പേ എന്ന് പറയുന്ന സെയിം ഇതിലോട്ടാ പോകുന്നത്. നമ്മൾ ഏതിനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറിക്കോളൂ. അപ്പൊ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇന്റർഫേസിനെ മാത്രമേ ഈ പേയ്മെന്റ് മെത്തേഡ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ UPI മാറ്റിയിട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് കൊടുത്താലോ? UPI മാറ്റിയിട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് കൊടുത്താൽ എനിക്ക് ലോജിക്ക് മാറ്റാതെ തന്നെ ജസ്റ്റ് ഇത് മാത്രം മാറ്റിയാൽ മതി. കാരണം UPIക്കകത്തുള്ള പേയുടെ ഡെഫിനിഷൻ ആയിരിക്കത്തില്ല ക്രെഡിറ്റ് കാർഡിനകത്തുള്ളത്. സോ ജസ്റ്റ് ഇത് മാത്രം മാറ്റിയാലും നമുക്ക് ലോജിക്ക് ഒന്നും തന്നെ മാറ്റേണ്ട വരുന്നില്ല. സോ ഈ പറയുന്ന പ്രോഗ്രാംസ് കോൺക്രീറ്റ് ക്ലാസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇന്റർഫേസ്, അല്ലെങ്കിൽ ഏത് ഇന്റർഫേസുമായിട്ടാണോ അത് കണക്ട് ചെയ്തിരിക്കുന്നത് അവരെ മാത്രമേ അവര് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ഇസ് ഇന്റർഫേസ്. നെക്സ്റ്റ് ഇസ് റൺ ടൈം പോളിമോർഫിസം നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. അതായത് ഇന്റർഫേസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഒബ്ജക്ട്സിനെ റൺ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് ബൈൻഡിങ് ആണ്. ഡൈനാമിക് ആയിട്ടാണ് നമ്മൾ വാല്യൂസിനെ ബൈൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പം ഒരു ഒബ്ജക്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു, ആനിമൽ എ. എ ഈസ് ഈക്വൽ ടു ന്യൂ ഡോഗ് ഓഫും എ ഈസ് ഈക്വൽ ടു ന്യൂ ക്യാറ്റ് ഓഫും സെയിം റെഫറൻസ് ആണ് ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. സെയിം റെഫറൻസ് എ തന്നെയാണ്. ഡോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒബ്ജക്റ്റിനെ ആണെങ്കിൽ ആ രീതിയിൽ പോകും, ക്യാറ്റിനെ ആണെങ്കിൽ ആ രീതിയിൽ പോകും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഡ്യൂറിങ് ദ റൺ ടൈം. സോ സെയിം റെഫറൻസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിം റെഫറൻസ് തന്നെ ഡിഫറെന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് റൺ ടൈം പോളിമോർഫിസം. സോ സെയിം റെഫറൻസ് behaves differently. This is runtime polymorphism.